2 മാസം മുൻപ് മികച്ച ശമ്പളവും മെച്ചപ്പെട്ട ജീവിതവും തേടി പാറ്റ് നിബിൻ മാക്സ്വെൽ ഇസ്രായേലിലേക്ക് യാത്ര തിരിക്കുമ്പോൾ അത് അവസാനത്തെ വിടവാങ്ങലാണെന്ന് കുടുംബം കരുതിയതേയില്ല. ഗർഭിണിയായ ഭാര്യയെയും 5 വയസ്സുകാരിയായ മകളെയും പിരിഞ്ഞാണ് നിബിൻ വടക്കൻ ഇസ്രായേലിലെ മാർഗലിയോട്ടിലേക്ക് ജോലി തേടി പറന്നത്. ലെബനനിൽ നിന്നുള്ള മിസൈൽ ആക്രമണത്തിലാണ് നിബിൻ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്ന പോൾ മെൽവിൻ, ബുഷ് ജോസഫ് ജോർജ് എന്നിവർ പരിക്കേറ്റ് ചികിത്സയിലാണ്. തിങ്കളാഴ്ച രാവിലെ കൊല്ലത്തെ വീട്ടിലേക്ക് നിബിൻ ഫോൺ ചെയ്തപ്പോൾ പതിവ് പോലെ നന്നായി സംസാരിച്ചെങ്കിലും അച്ഛൻ പത്രോസ് മാക്സ്വെല്ലിന് മകന്റെ ശബ്ദത്തിൽ പതിവില്ലാത്ത ഒരു ആശങ്കയുണ്ടെന്ന് തോന്നി. വടക്കൻ ഇസ്രായേലിലെ ഗലീലിയിൽ നിന്നായിരുന്നു കോൾ. 7 മാസം ഗർഭിണിയായ ഭാര്യ സിയോണയും 5 വയസ്സുകാരി മകൾ അമിയയും നിബിനോട് തമാശ പറഞ്ഞ് ചിരിച്ചു. പിന്നീട് അച്ഛനോട് സംസാരിച്ചു. മാർഗലിയട്ടിലെ കൃഷിക്കൂട്ടായ്മയിലെ ചിക്കൻ ഫാമിലായിരുന്നു നിബിന് ജോലി. അവിടം ഒന്നും സുരക്ഷിതമല്ലെന്ന് നിബിൻ അച്ഛനോട് സമ്മതിച്ചു. മണിക്കൂറുകൾക്ക് ശേഷമാണ് ലെബനനിലെ ഷിയ തീവ്ര ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ ടാങ്ക് വേദ മിസൈലാക്രമണത്തിൽ നിബിൻ കൊല്ലപ്പെട്ടത്. വാഴത്തോപ്പിൽ നിന്നുള്ള ജോസഫ് ജോർജ്, വാഗമണിൽ നിന്നുള്ള പോൾ മെൽവിൻ എന്നിവർക്ക് സാരമായ പരിക്കേറ്റു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. 2 ആഴ്ച മുൻപും ഇതേ സ്ഥലത്ത് അതിർത്തിയിൽ നിന്നുള്ള ആക്രമണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മകനോട് കൂടുതൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറാൻ പത്രോസ് ആവശ്യപ്പെട്ടു. എന്നാൽ സ്പോൺസറുടെ അനുമതി കിട്ടാത്തതിനാൽ അതിന് സാധിച്ചില്ലെന്നാണ് പത്രോസ് പറഞ്ഞത്. തിങ്കളാഴ്ച വൈകിട്ട് 4:30 ഇസ്രായേലിലുള്ള മൂത്ത മകൻ നിവിൻ വിളിച്ചിട്ട് നിബിന് ആക്രമണത്തിൽ പരിക്കേറ്റെന്നും ആശുപത്രിയിലാണെന്നും പറഞ്ഞിരുന്നു. പിന്നീട് ചൊവ്വാഴ്ച പുലർച്ചെ 12:45 ദുഃഖവാർത്ത എത്തിയത്. മികച്ച ശമ്പളമുള്ളത് കൊണ്ടാണ് നിബിൻ റിസ്ക് എടുത്ത് ഇസ്രായേലിലേക്ക് പോയത്. ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന ആളാണ് പത്രോസ്. ചവറ ITIയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ നേടിയ ശേഷം നിബിൻ മസ്കറ്റിൽ പോയിരുന്നു. അവിടെ IS പ്ലാന്റിൽ കുറച്ചുനാൾ ജോലി നോക്കി. പിന്നീട് ദുബായിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. ഭാര്യ സിയോണ നേഴ്സാണെങ്കിലും ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല. സിയോണയുടെ സഹോദരിയും മൂത്ത മകൻ നിവിനും ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത്. നിബിന് വേണ്ടി 5 വർഷത്തെ കാർഷിക വിസ ശരിയാക്കിയതും അവരാണ്. നിബിന്റെ മൃതദേഹം ഇപ്പോൾ സീവ് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ബുധനാഴ്ച ടെൽ അവീവിലേക്ക് കൊണ്ടുവരും. 4 ദിവസത്തിനകം നാട്ടിലെത്തിക്കുമെന്നാണ് വിവരം, പത്രോസ് പറഞ്ഞു. പത്രോസിന്റെ 3 മക്കളിൽ രണ്ടാമനാണ് പാറ്റ് നിബിൻ. അവന്റെ മരണം വലിയ ഷോക്കാണ്. ഇസ്രായേലും അവരുടെ ശത്രുക്കളും വിദേശ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് മുന്തിയ പരിഗണന നൽകണം, പത്രോസ് പറഞ്ഞു. മന്ത്രി KN ബാലഗോപാൽ നിബിൻ മാക്സ്വെല്ലിന്റെ വീട് സന്ദർശിച്ചു. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. അതിനിടെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തി. ഇസ്രായേലിലെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം എന്ന് ഇന്ത്യക്കാരോട് കേന്ദ്രം നിർദ്ദേശിച്ചു. എല്ലാ പൗരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രായേലി അധികാരികളുമായി എംബസി ബന്ധപ്പെടുന്നുണ്ട് എന്ന് ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി പറഞ്ഞു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ആദ്യമായാണ് ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുന്നത്. മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയുടെ സഹോദരനുമായി സംസാരിച്ചതായി ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ നൗർ ഗിലോൺ പറഞ്ഞു. എന്തിനും ഏതിനും ഇസ്രായേൽ അവരുടെ പക്ഷത്തുണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു, നൗർ ഗിലോൺ Xലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.